സംസ്ഥാനത്ത് വീണ്ടും വ്യാജ ബോംബ് ഭീഷണി. രാജ്ഭവനിലും ക്ലിഫ് ഹൌസിലും ബോംബെന്നായിരുന്നു ഇമെയിൽ സന്ദേശം. പോലീസ് രാജ്ഭവനിലടക്കം പരിശോധന നടത്തി. ഭീഷണി വ്യാജമെന്ന് സ്ഥിരീകരിച്ചു. അശ്വിൻ ഡിയേഗോ വിവരങ്ങളുമായി. അശ്വിൻ, ഇപ്പോൾ പലതവണയായി ഇത്തരം ഭീഷണികളുണ്ട്. ഇപ്പോൾ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ന് ഭീഷണി സന്ദേശമുണ്ടായത്. വ്യാജമെന്ന് തിരിച്ചറിഞ്ഞു, പക്ഷേ എവിടെ നിന്നാണെന്ന് തിരിച്ചറിയാനാകുന്നുണ്ടോ? അസ്മൃതി, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ തലസ്ഥാനത്ത് എത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഇതിന്റെ ഉറവിടങ്ങൾ, എവിടെയാണ് ഇതിന്റെ സ്രോതസ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത പോലീസിന് ലഭിച്ചിട്ടില്ല. മാത്രമല്ല, ഇതിൽ ഒരു പ്രതികളെ പോലും പിടികൂടാനായിട്ടില്ല എന്നുള്ളതാണ് സാഹചര്യം. ഇന്നും തലസ്ഥാനത്ത് രണ്ടിടങ്ങളിലാണ് ബോംബ് ഭീഷണി എത്തിയത്. ഒന്ന് മുഖ്യമന്ത്രി താമസിക്കുന്ന ക്ലിഫ് ഹൌസിലും മറ്റൊന്ന് ഗവർണറുടെ രാജ്ഭവനിലേക്കുമാണ് ഇത്തരത്തിൽ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ എത്തിയത്. ഈ സന്ദേശം എത്തിയത് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ്. തമ്പാനൂർ പോലീസ് ഉടൻ തന്നെ ബോംബ് സ്ക്വാഡിനെയും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ച് അറിയിച്ച് മ്യൂസിയം സ്റ്റേഷനിൽ വിളിച്ച് കൈമാറുകയും ചെയ്തിരുന്നു. ഉടൻ തന്നെ ബോംബ് സ്ക്വാഡും മ്യൂസിയം പോലീസിന്റെയും നേതൃത്വത്തിൽ രണ്ടിടങ്ങളിലും വലിയ രീതിയിലുള്ള പരിശോധനകൾ നടന്നു. പക്ഷേ അതുപോലെ തന്നെ രണ്ട് പരിശോധനകളിലും ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇതോടുകൂടി തന്നെ ഇത് വ്യാജമാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ വ്യാജ ബോംബ് ഭീഷണി സന്ദേശം തലസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലും സമാന രീതിയിൽ ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചിരുന്നതായി പോലീസ് പറയുന്നുണ്ട്. മാത്രമല്ല, ജില്ലാ കോടതിയിൽ, തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ 3 ദിവസങ്ങൾക്ക് മുമ്പും ഇത്തരത്തിൽ ഒരു വ്യാജ ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചിരുന്നു. ഈ ബോംബ് ഭീഷണി സന്ദേശം ലഭിക്കും, തുടർന്ന് വലിയൊരു പോലീസ് സന്നാഹം ഈ സ്ഥലത്തെത്തും, പരിശോധന നടത്തും. പിന്നീട് വെറും കൈയോടെ പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷെ അപ്പോഴും ആരാണിത് അയക്കുന്നത് എന്നൊരു കൃത്യമായ ധാരണ പോലീസിനില്ല. മാത്രമല്ല, ഇതിന്റെ ഉറവിടങ്ങൾ, പ്രത്യേകിച്ചും ഡാർക്ക് നെറ്റിൽ അല്ലെങ്കിൽ ഡാർക്ക് വെബ്സൈറ്റുകളിൽ നിന്നും ഇത്തരത്തിൽ വ്യാജ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്നൊക്കെയാണ് ഈ മെയിലുകൾ അയക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ വന്ന മെയിലിന് സമാനം തന്നെയാണ് ഇന്ന് അയച്ച മെയിലും എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. 2 മണിയോടുകൂടി ഒരു സ്ഫോടനം ഉണ്ടാകും എന്നുള്ളതായിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത്. പക്ഷേ യാതൊരു വിധത്തിലുമുള്ള സംശയാസ്പദമായ കാര്യങ്ങളൊന്നും പോലീസിന് കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ്. സ്നിഫർ ഡോഗിന്റെ അടക്കം സഹായത്തോടു കൂടിയായിരുന്നു ഈ പരിശോധനകളെല്ലാം നടന്നത്. പക്ഷെ അപ്പോഴും ഈ വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ എവിടെ നിന്ന് വരുന്നു, ആരാണ് ഇതിന് ഉത്തരവാദി, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള കാര്യത്തിൽ പോലീസിന് ഇപ്പോഴും പ്രതികളെയോ അല്ലെങ്കിൽ ഒരു തുമ്പും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. വിവരങ്ങൾ നൽകിയത്.